ഗവൺമെൻറ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു. അതിനിടയിൽ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു സമ്മർദ്ദത്തിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എടുക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കിയിരിക്കുന്നു. അതിനെ പിന്നെ പറഞ്ഞോളൂ. അതെല്ലാം ഗവൺമെൻറ് തലത്തിൽ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ ഇപ്പം നടന്നിട്ടുള്ളത്. പ്രതിപക്ഷം ഇനി എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും? പ്രതിപക്ഷത്തിൻ്റെ പറഞ്ഞു നോക്കിയിട്ടുള്ള കാര്യമില്ല. ഗവൺമെൻറ് എന്താണോ പറഞ്ഞത് അത് കൃത്യമായി നടത്തിയിട്ടുണ്ട്. CPIM പറഞ്ഞതും നടന്നിട്ടുണ്ട്. പക്ഷേ അൻവർ ഈ ധൃതി പിടിച്ച് ഈ വെപ്രാളപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതൊന്നും നല്ല കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. അൻവറിൻ്റെ കാര്യങ്ങളൊന്നും അവർ അജണ്ടയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം ഇടതുപടനായത്ത് മുന്നണിക്കെതിരായിട്ട് നീങ്ങുന്ന സ്ഥിതിയാണല്ലോ ഉണ്ടായത്. അതിനിപ്പുറം വേറെ ഒന്നും അതിൻ്റെ കാര്യമില്ല. അതെ അതെ, അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വീണ്ടും വരും. നടന്നുകൊണ്ടിരിക്കല്ലേ, അതെല്ലാം വരും. അതൊക്കെ വരട്ടെ. ആ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട ഒരുപക്ഷെ കൂടുതൽ നടപടികൾ അത് നടപടി ഉണ്ടാവുക കൂടുന്നുണ്ടെന്നല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുന്ന നിലപാട് ചെയ്യും. ഈ ഉദ്യോഗസ്ഥ ലോ ആൻഡ് ഓർഡറിൽ തുടരേണ്ട ആളല്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ മാറ്റി. അങ്ങനെ CPIന്റെ ഭാഗത്ത് സമ്മർദ്ദം കൂടുതലുണ്ട്. പക്ഷേ പല വാർത്തകളും ഇന്ന് വരുന്നുണ്ട്. അതൊന്നും വെറുതെ പറഞ്ഞാണല്ലോ, നിങ്ങൾ തെറ്റായ വാർത്തയാണല്ലോ. അവർ ഒരു തരത്തിലുള്ള കത്തും നമുക്ക് പാർട്ടിക്ക് ഇന്നലെ തന്നില്ല. ഞാൻ അതുപോലെ തന്നെ വിശ്വനും നന്നായിട്ടുള്ള സൗഹൃദമുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം കത്തിങ്ങനെ കൊടുക്കുക, അതിനടിസ്ഥാനം സമ്മർദ്ദം വരിക, അതിനടിസ്ഥാനപ്പെടുന്ന നിലപാട് സ്വീകരിക്കുന്നതൊന്നും അതിലൊന്നും അടിസ്ഥാനമില്ല. പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടാണ്. CPI കുഴപ്പത്തിലൊന്നും ആയിട്ടില്ല. CPI വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ട്. അവരവരുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ADGPക്കെതിരെ പൂരം കലക്കൽ അങ്ങനെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. പക്ഷേ ഇപ്പം നടപടി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് എന്തിൻ്റെ കാരണത്തിലാണെന്നുള്ളത് അതൊക്കെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവും. നിങ്ങളെപ്പോലുള്ള ആൾക്ക് മനസ്സിലാവാതെ ആരാധന ഓർഡർ കൂടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്താ പറഞ്ഞു? അങ്ങനെയാ പറഞ്ഞത്. നടപടി അല്ലെങ്കിൽ അല്ല, നടപടി അല്ല ആണെന്ന് പറഞ്ഞത്. ഇപ്പൊ അല്ലാന്നും പറയുന്നുണ്ട്. നിങ്ങളെല്ലാം പറയും. നിങ്ങൾക്ക് ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോപണ വിധേയനായ ഇപ്പോൾ ഈ ചുമതലകളെല്ലാം തുടരുക. ഈ ക്രമസമാധാനം മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതെ, അതിന്റെ അത്രയേ ഇപ്പൊ ഉള്ളൂ. ഇനി അതിന്റെ അപ്പുറം വേണ്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. പോരെ? പാർട്ടി എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധന തുടരും. പരിശോധന പാർട്ടി ആദ്യം പറഞ്ഞാണ് അത് ചെയ്യുന്നത്. അതല്ലേ SDPI, ജമാഅത്ത് ഇസ്ലാം, ലീഗ്, കോൺഗ്രസ് ഇത്രയും ആളുകൾ CPIM വിരുദ്ധമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇമാതിരിയുള്ള പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിലമ്പൂരും കണ്ടത്, അതാണ് ഇപ്പോൾ കണ്ടത്. അതിൻ്റെ അകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല. അതെല്ലാം വലിയ രീതിയിൽ ആരവത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നതല്ല, ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. മലപ്പുറത്ത് സ്വർണം പിടികൂടുന്നതിനൊക്കെ അധികം മുസ്ലിം സമുദായത്തിലുള്ളവരാണ്. അപ്പോൾ മത സമുദായ നേതാക്കളൊക്കെ അവരെ തിരുത്തണമെന്ന് പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായമാണ്. അല്ല, അതിപ്പോൾ കോഴിക്കോട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കല്ലേ. റിക്രൂട്ട് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും അവരെ താമസിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലീഗ് നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ശക്തിയായ രീതിയിലുള്ള ആരോപണവും അതിനോട് അനുബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളും പോകുന്നുകൊണ്ടിരിക്കുകയാണ്. സമുദായത്തിൽ നിന്ന് കണക്കൂട്ടേണ്ട കാര്യമില്ല. ആ സമുദായത്തെ മാത്രം നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു സമുദായമാണ് കള്ളക്കടത്ത് മുഴുവൻ നടന്നു പറയാൻ സാധിക്കുന്നു? പറയാൻ സാധിക്കില്ല. സമുദായ നേതാക്കൾക്ക് അതിൽ ബാധ്യതയുണ്ട്. ഇത് ഒരു കുറ്റകൃത്യമല്ല എന്നാണ് ചില ആളുകൾ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത് മാറ്റണം. ഇവിടെ മതപരമായിട്ട് ഇടപെടണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് അങ്ങനെയല്ല, ഒരു കുറ്റകൃത്യമല്ല
എന്ന ധാരണ മാറ്റണം. മാഷെ പിന്നെ കുറ്റകൃത്യം തന്നെയാണ്. നേതാക്കൾ ഇന്നലെ അൻവറിന് പിന്തുണ ഇത്തിരി കൊണ്ട് മതി. അല്ല CPM നേതാക്കൾ ഇടപെട്ടിട്ടാണ് പിന്നീട് ആ പിന്തുണ ഞങ്ങൾക്ക് ഇത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യമാണ്. അല്ല അങ്ങനെ കൂട്ടുകൂടലില്ല. പോരെ അങ്ങനെ ഒരു കൂട്ടുകൂടലില്ല. അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും പറയുന്നതല്ലോ ഇല്ലാത്ത കാര്യമുണ്ട് എന്ന് കൊണ്ടുള്ള കാര്യം. ശുദ്ധ അസംബന്ധമാണ്. അസംബന്ധങ്ങൾ പറയുന്നതിനൊന്നും എന്തെങ്കിലും കാര്യം വിശദീകരിക്കേണ്ട കാര്യമില്ല കേട്ടോ.